നമസ്കാരം. നമ്മുടെ സ്പിരിച്വൽ ഇൻട്രാക്റ്റീവ് സെഷൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ശ്രീ ഗുരു സായിപ്രി സ്വാമിജി ഉണ്ട്. അദ്ദേഹത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സ്വാമിജി നമസ്കാരം. നമസ്തേ. സ്വാമിജി, ഇന്ന് ഒരുപാട് ആളുകൾ മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ മെഡിറ്റേഷൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പം ഒരുപാട് ചിന്തകളും ഒരുപാട് വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പം ഇവിടെ പല ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പം ചിന്തകളൊന്നും പാടില്ല. അപ്പം ഇതിൽ പല ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി സ്വാമിജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ധ്യാനം നമ്മൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിന് ശാന്തി ലഭിക്കാൻ, സമാധാനം ലഭിക്കാനും ഹീൽ ചെയ്യപ്പെടാനുമാണ്. നമ്മൾ മനസ്സിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. മനസ്സെന്ന് പറഞ്ഞാൽ വിഷയങ്ങളോടൊപ്പമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല വിഷയങ്ങൾ കടന്നു വരും. കാരണം മനസ്സ് വിഷയങ്ങളുമായി, കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ട നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതും ഒക്കെയുള്ള കർമ്മസ്മരണകൾ, ഓർമ്മകൾ മനസ്സിലേക്ക് വരും. അതൊരു തെറ്റല്ല. ധ്യാനം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഈ മനസ്സ് ഹീല് ചെയ്യപ്പെടുമ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളും ഓർമ്മകളുമൊക്കെ ഹീല് ചെയ്യപ്പെടും. വരാനിരിക്കുന്ന നമ്മുടെ പല കർമ്മങ്ങളുടെയും ബീജങ്ങൾ സുപ്തമായി നമ്മുടെ മനസ്സിലുണ്ടാകും. ആ കർമ്മങ്ങളും ഹീൽ ചെയ്യപ്പെടും, ശുദ്ധീകരിക്കപ്പെടും, തെളിയും. അങ്ങനെ അതിന്മേലുള്ള തെളിവും വെളിവും കൂടി വരികയും ചെയ്യും. അതുകൊണ്ട് ധ്യാനം ചെയ്യുമ്പോൾ ഇതെല്ലാം വരുന്നത് നല്ലതാണ്, അതെല്ലാം പരിഹരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. കർമ്മങ്ങൾ തീർന്നു വരുന്ന സമയത്ത് ധ്യാനത്തിൻ്റെ അഗാധത കൂടിക്കൂടി വരും. ചില പ്രത്യേക സമയങ്ങളിൽ നമുക്ക് ആ ധ്യാനത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ അനുഭവപ്പെടും. ആ അനുഭവപ്പെടുന്ന സമയത്ത് ടൈം നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ 5 മിനിറ്റ് ഇരുന്നെന്ന് നമ്മൾ വിചാരിക്കും, ചിലപ്പോൾ അത് 25 മിനിറ്റ് ആവും. അപ്പോൾ നമ്മൾ കർമ്മങ്ങളടങ്ങി മനസ്സടങ്ങിയുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിക്കും. അത് ഇടയ്ക്കൊക്കെ സംഭവിച്ചോളും, അതിനെപ്പറ്റി വറി ചെയ്യണ്ട. സോ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനത്തിൻ്റെ ലയം അനുഭവിച്ച് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിച്ച് പുഷ്ടിപ്പെടുത്തി കർമ്മ വിജയമുണ്ടാക്കി, കർമ്മ ശോഷണം വരുത്തി മോക്ഷത്തിലേക്ക് നടക്കുക.